നമസ്കാരം. സിവിൽ സർവീസ് ഉപേക്ഷിച്ച് 6.5 വർഷം പിന്നിട്ടിട്ടും തന്റെ രാജി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടില്ലെന്ന് തുറന്നടിച്ച് മുൻ IAS ഉദ്യോഗസ്ഥനും കോൺഗ്രസ് നേതാവുമായ കണ്ണൻ ഗോപിനാഥൻ. ഇത് പീഡനമാണെന്നും തന്റെ പ്രൊഫഷണൽ രാഷ്ട്രീയ ജീവിതത്തിന് തടസ്സമായെന്നും അദ്ദേഹം സമൂഹമാധ്യമങ്ങളിലൂടെ തുറന്നടിച്ചു. IAS പദവി രാജിവെച്ചത് കേന്ദ്രം സ്വീകരിക്കുന്നില്ലെന്നും ഇത് കാരണം തനിക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായില്ലെന്നും കണ്ണൻ ഗോപിനാഥൻ പറയുന്നു. രാജിയുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടാണ് കണ്ണൻ ഗോപിനാഥൻ രംഗത്തെത്തിയത്. 6.5 വർഷമായിട്ടും രാജി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് കണ്ണൻ ഗോപിനാഥൻ വിടുതൽ ആവശ്യപ്പെട്ടത്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു മലയാളിയായ കണ്ണൻ ഗോപിനാഥൻ സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ചത്. പിന്നീട് കോൺഗ്രസിൽ അദ്ദേഹം ചേരുകയായിരുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഈ രാജി അംഗീകരിക്കാത്തത് തടസ്സമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പാലക്കാട് സീറ്റിൽ കണ്ണൻ ഗോപിനാഥന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നെങ്കിലും രാജി സ്വീകരിക്കാത്തതിനാൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിച്ചിരുന്നില്ല. 2019 കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനെ തുടർന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുള്ള വിലക്ക് ചൂണ്ടിക്കാട്ടി കണ്ണൻ ഗോപിനാഥൻ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അന്ന് ദാദ്ര നഗർ ഹവേലിയിൽ ഊർജ്ജ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാർ നയങ്ങളോട് അതിശക്തമായ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു കണ്ണൻ ഗോപിനാഥൻ. വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ണൻ ഗോപിനാഥൻ എക്സിൽ കുറിച്ചതിങ്ങനെ: പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, കഴിഞ്ഞ 6.5 വർഷമായി എൻ്റെ രാജിക്കത്ത് താങ്കളുടെ സർക്കാർ പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ശമ്പളവുമില്ല, വിടുതലുമില്ല. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഇത് തടസ്സമായി. കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമായില്ല. ഇത് പീഡനമല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ ലക്ഷക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് നന്നായി അറിയാമെന്നതിനാൽ എൻ്റെ വ്യക്തിപരമായ പ്രശ്നം ഉയർത്തിക്കാട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ രാഷ്ട്രീയം എന്തു തന്നെയായാലും രാജിവെക്കാനുള്ള എൻ്റെ അവകാശവും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അവകാശവും തടയുന്നത് വളരെ പരിതാപകരവും അല്പത്തരവുമാണ്. ഈ സമീപനം അവസാനിപ്പിച്ച് സർക്കാരിനോട് എൻ്റെ രാജി ഉടൻ പരിഗണിക്കാൻ നിർദ്ദേശം നൽകുമല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചത്. AICC ആസ്ഥാനത്തെത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിലായിരുന്നു അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ഇനിയുള്ള പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന സർക്കാരിനെതിരെ ശബ്ദമുയർത്തുമെന്നും കണ്ണൻ ഗോപിനാഥൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ജമ്മു കാശ്മീരിൽ കേന്ദ്ര സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് ആരോപിച്ചാണ് അദ്ദേഹം സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ചത്. കശ്മീരിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശവും ഭരണഘടനാ അവകാശവും ലംഘിക്കുന്നുവെന്നും രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിശബ്ദനായിരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം അന്ന് തുറന്നടിച്ചിരുന്നു. നോട്ട് നിരോധനമടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ നയങ്ങൾക്കെതിരെയും അതിരൂക്ഷ വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. 2019 സിവിൽ സർവീസിൽ നിന്നും രാജിവെച്ച കണ്ണൻ ഗോപിനാഥൻ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ നിരന്തരമായി വിമർശിച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് ജനങ്ങളുമായി സംവദിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് കോൺഗ്രസ് തന്നെ അനുയോജ്യമായ വേദിയെന്ന് കണ്ടെത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 2025 ഒക്ടോബർ 13 അദ്ദേഹം കോൺഗ്രസിൽ അംഗത്വമെടുക്കുന്നത്. 2026 ഫെബ്രുവരിയിൽ കോഴിക്കോട് വെച്ച് നടന്ന ചടങ്ങിൽ അദ്ദേഹം ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിലും അംഗത്വമെടുത്തു. 2018 കേരളത്തിലെ പ്രളയ സമയത്ത് IAS ഉദ്യോഗസ്ഥനാണെന്ന് വെളിപ്പെടുത്താതെ കൊച്ചിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ചാക്ക് ചുമന്നും മറ്റും സേവനമനുഷ്ഠിച്ചതും അന്ന് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി സ്വദേശിയാണ് കണ്ണൻ. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സ്വർണ്ണ മെഡലോടെയാണ് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയത്. പൗരത്വ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുംബൈയിൽ വെച്ചും ആഗ്രയിൽ വെച്ചും അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധ പരിപാടികളിലും കണ്ണൻ ഗോപിനാഥൻ പങ്കെടുത്തിരുന്നു.